ചരിത്രയാത്ര തീരമണഞ്ഞു. INSV കൗണ്ടിന്യക്ക് ഉജ്ജ്വല സ്വീകരണം. അടിയന്തര മെഡിക്കൽ എയർലിഫ്റ്റ് നടത്തി റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ. ആന്റണി MP നാളെ സലാലയിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി. പുരാതന കാലത്ത് ഇന്ത്യയും ഒമാനും തമ്മിലുണ്ടായിരുന്ന 5000 വർഷത്തിലധികം പഴക്കമുള്ള സമുദ്ര സാംസ്കാരിക നാഗരിക ബന്ധങ്ങളുടെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് INSV കൗണ്ടിന്യ നടത്തിയ അപൂർവ ചരിത്രയാത്ര ബുധനാഴ്ച മസ്കത്തിന്റെ തീരത്ത് നങ്കൂരമിട്ടു. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് 750 നോട്ടിക്കൽ മൈൽ സമുദ്രപാത താണ്ടി യന്ത്രസഹായമില്ലാതെ കാറ്റിനെ മാത്രം ആശ്രയിച്ചാണ് പായ്ക്കപ്പൽ ഈ സാഹസിക യാത്ര പൂർത്തിയാക്കിയത്. കാറ്റും കോളും നിറഞ്ഞ കടൽ മറികടന്ന് 17 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം സുൽത്താൻ കാബൂസ് തുറമുഖത്ത് എത്തിച്ചേരുമ്പോൾ വാട്ടർ സല്യൂട്ട് നൽകി ഒമാൻ അധികൃതരും ഇന്ത്യൻ നാവികസേനയും കപ്പലിനെ ഉജ്ജ്വലമായി വരവേറ്റു. ഒമാനി പതാകകളുമായി ചെറു ബോട്ടുകളും തുറമുഖ കടലിൽ അണിനിരന്നു. കമാൻഡർ വികാസ് ഷിയോറിന്റെ നേതൃത്വത്തിലുള്ള 15 നാവികരാണ് ഈ ചരിത്രയാത്രയിൽ പങ്കെടുത്തത്. കോഴിക്കോട് സ്വദേശി ബാബു ശങ്കറിനാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി പായ്ക്കപ്പൽ പണിതത്. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന പുരാതന സമുദ്ര വ്യാപാര പാതകൾ പുനരുജ്ജീവിപ്പിക്കുക, ഇന്ത്യൻ ഒമാൻ നയതന്ത്ര ബന്ധങ്ങളുടെ 70ാം വാർഷികാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ചരിത്രപരമായ സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ആരോഗ്യനില ഗുരുതരാവസ്ഥയിലായ ഒമാനി കുട്ടിക്കായി റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ അടിയന്തര മെഡിക്കൽ എയർലിഫ്റ്റ് ദൗത്യം നടത്തി. മുസന്തം ഗവർണറേറ്റിലെ കസബ് ആശുപത്രിയിൽ നിന്ന് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ ആശുപത്രിയിലേക്കാണ് കുട്ടിയെ ഹെലികോപ്റ്ററിൽ മാറ്റിയത്. കുട്ടിക്ക് ആവശ്യമായ പ്രത്യേക ചികിത്സ അടിയന്തരമായി ലഭ്യമാക്കുന്നതിനായാണ് ഈ ദൗത്യം നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. പത്തനംതിട്ട MPയും കോൺഗ്രസ് നേതാവുമായ ആന്റണി MP നാളെ സലാലയിലെത്തും. പത്തനംതിട്ട സലാല അസോസിയേഷൻ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. രാവിലെ 10:20 ഒമാൻ എയറിൽ സലാലയിലെത്തുന്ന അദ്ദേഹത്തെ അസോസിയേഷൻ ഭാരവാഹികൾ സ്വീകരിക്കും. വൈകിട്ട് 6 ഹംദാൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയായിരിക്കും. ദാഖില ഗവർണറേറ്റിൽ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ 4350 യൂണിറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. വിദേശ തൊഴിലാളികൾ ഒരു വീടിനെ കേന്ദ്രീകരിച്ച് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുകയും വിൽക്കുകയും ചെയ്തതായി കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.